ഹലോ ഗായ്സ്. ഇപ്പൊ വൈകുന്നേരം സമയം ഒരു 6:30 ആയിട്ടോ. അപ്പൊ എനിക്കിന്ന് വെറുതെ ഇരുന്നു ഇപ്പൊ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കഴിച്ചാലോന്ന് തോന്നുന്നു. അപ്പൊ ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ വെട്ടിക്കൂട്ടി ഒരു മൂലയ്ക്ക് ആക്കി. പിന്നെ ആ കാണുന്ന ഒരു മുട്ട ജസ്റ്റ് ഒരു റോസ്റ്റ് പോലെ ഉണ്ടാക്കാമെന്ന് ഒത്ത് പുഴുങ്ങി വെച്ചതാ. ഇത് നാട്ടിൽ നിന്ന് കൂടുന്ന വെളിച്ചെണ്ണ കേട്ടോ. ഈ കുന്തം ഇവിടെ വന്നപ്പോൾ സെറ്റായി. പിന്നെ ഇതിങ്ങനെ എടുക്കാൻ പോയാൻ പറ്റപ്പാടെ എനിക്ക് മാത്രം അറിയുള്ളൂ. പിന്നെ ചട്ടി ചൂടായി കടുക് പൊട്ടിച്ചു. ഞാൻ കണ്ടില്ലേ കടുക് പൊട്ടി വരുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഗ്യാപ്പിൽ ഞാൻ ആ മുട്ട ഒന്ന് തൊണ്ട് പൊളിഞ്ഞ് വെക്കാമെന്ന് ഓർത്തു. അത് കഴിഞ്ഞ് ചട്ടി ചൂടായി ഈ പാത്രത്തിലേക്ക് സാധനങ്ങളൊക്കെ ഇട്ട് വെയിറ്റ് ചെയ്യാണ് ഇത് വേവാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ കുറച്ച് മസാലപ്പൊടീസൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. മല്ലിപ്പൊടി, മുളകും പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇപ്പം ഞാൻ ആദ്യം ഉണ്ടാക്കുന്നത് മുട്ട റോസ്റ്റാണ്. ഫ്രൈഡ് റൈസ് അത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാൻ ഓർത്തു. അപ്പം മുട്ട കുരുകുരുവെന്ന് അരിഞ്ഞ് അതിലേക്ക് ഇട്ടു. ഇതെനിക്കറിയുന്ന സിമ്പിളായിട്ടുള്ളൊരു മുട്ട റോസ്റ്റാണ്. വലിയ ഗുമ്മൊന്നുമില്ല തിന്നാൻ, എന്നാലും കുഴപ്പമില്ല. അപ്പം മുട്ട റോസ്റ്റ് റെഡി. ഇപ്പം ഞാൻ ആ സെയിം പ്ലേറ്റിൽ തന്നെയാണ് കേട്ടോ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ആദ്യമേ വീഡിയോ എടുക്കാൻ മറന്നുപോയി കൈസ്. എല്ലാ പച്ചക്കറികളും അതിലിട്ടു. ക്യാരറ്റും ബീൻസ്, സവോള, വെളുത്തുള്ളി, ഇഞ്ചി, ഉപ്പ്, കുരുമുളക് ഇതെല്ലാം ഇട്ടൊന്ന് സെറ്റായിട്ട് ഒരു മുട്ടയും കൂടി അതിൽ പൊട്ടിച്ചിട്ട് വെറുതെ. പിന്നെ അത് രണ്ടെല്ലാം കൂടി ഒന്ന് മിക്സായി കഴിഞ്ഞപ്പോൾ ക്യാബേജ്, ഇത് ക്യാബേജ് അല്ല വേറെന്തോ ഒരു സാധനമാണ്. ഒരു വലിയ കഷ്ണം നിന്ന് കിട്ടിയതെടുത്ത് കളയട്ടെ. കഴിഞ്ഞപ്പോൾ അത് കണ്ടില്ല. അതും കൂടെ ഒന്ന് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ റൈസും കൂടി ഇട്ടു. പിന്നെ റൈസ് ഇട്ടൊന്ന് ജസ്റ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കി. അതിൻ്റെ കുറച്ച് മസാലപ്പൊടിയും കൂടി ഇട്ടൊരു ഫ്ലേവറിന്. സോയാ സോസൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം മസാല ഇട്ട് സെറ്റ് ചെയ്തപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഡിന്നർ. വലിയ ടേസ്റ്റൊന്നുമില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം അത്രക്കുള്ളൂ ഗൈസ്. ടാറ്റാ, ബൈ, സീ യു.